മലയാള മനോരമ സമ്പാദ്യം കേരള ബിസിനസ് സമ്മിറ്റിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ബാങ്ക് ഓഫ് ബറോഡ കഴിഞ്ഞ 3 വർഷമായിട്ട് മലയാള മനോരമ സമ്പാദ്യവുമായിട്ട് ഈ പ്രോഗ്രാമിൽ അസോസിയേറ്റ് ചെയ്യുന്നുണ്ട്. എല്ലാ വർഷവും വളരെ നല്ല ടോപ്പിക്കാണ് ഇവൻറ്റിനുമായിട്ട് സെലക്ട് ചെയ്യുന്നത്. ഈ വർഷത്തെയും സബ്ജക്റ്റ് വളരെ നല്ല ഒരു സബ്ജക്റ്റ് തന്നെയാണ്. സസ്റ്റൈനബിൾ ബിസിനസ് ഗ്രോത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഇൻഡസ്ട്രി ലെവലിലും ഗവൺമെൻറ് ലെവലിലും പിന്നെ വേൾഡ് ഓർഗനൈസേഷൻ ലെവലിലും വളരെയധികം ഡിസ്കസ് ചെയ്യുന്ന ഒരു ടോപ്പിക്കാണ്. ഇന്ന് ഇവിടെ വളരെ നല്ല സ്പീക്കേഴ്സായിരുന്നു. വളരെ എമിനൻ്റ് ആയിട്ടുള്ള ആ സബ്ജക്റ്റിലെ എക്സ്പേർട്സിനെയാണ് മലയാള മനോരമ സമ്പാദ്യം ക്ഷണിച്ചിട്ടുണ്ടായിരുന്നത്. വളരെ നല്ല ടോപ്പിക്കിൽ വളരെ നല്ല എക്സ്പേർട്സിനെ കൊണ്ട് സംസാരിപ്പിക്കുക. അതുകൊണ്ട് വളരെയധികം ബെനിഫിറ്റ് ഉണ്ടായി. നമുക്ക് ചിന്തിക്കാനും ചിന്തിപ്പിക്കുന്നതുമായ ഒരു പ്രോഗ്രാം തന്നെയാണ് ഇത്. ഇതിന് എല്ലാവിധ ആശംസകളും നേരുന്നു. നമസ്കാരം. ബാങ്ക് ഓഫ് ബറോഡ 1908 തുടങ്ങിയിട്ടുള്ള ഒരു ദേശസാൽകൃത ബാങ്കാണ്. ഇന്ന് 8000-ൽ അധികം ബ്രാഞ്ചസ് പാൻ ഇന്ത്യയിൽ ഞങ്ങൾക്കുണ്ട്. അതിനോടൊപ്പം തന്നെ 85-ലധികം ഫോറിൻ ബ്രാഞ്ചസും ബാങ്കിനുണ്ട്. കേരളത്തിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് 245 ബ്രാഞ്ചസാണ് കേരളത്തിലാകെയുള്ളത്. എല്ലാ ഡിസ്ട്രിക്ട്സിലും നമുക്ക് പ്രസൻസ് ഉണ്ട്. സ്പെസിഫിക്കായിട്ട് ബാങ്കിൻ്റെ സർവീസസിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് എല്ലാ റിക്വയർമെൻറ്റുണ്ട്. കസ്റ്റമേഴ്സിൻ്റെ ഏത് റിക്വയർമെൻറ്റിനും ഉള്ള പ്രോഡക്റ്റ്സ് ഉണ്ട്. എസ്പെഷ്യലി MSME കസ്റ്റമേഴ്സിനാണെങ്കിൽ അവരുടെ ഏത് റിക്വയർമെൻറ്റും, വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്, ടേം ലോൺ റിക്വയർമെൻറ്റ്, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്, മെഷീനറി പർച്ചേസ് എന്നുവേണ്ട ഏത് സ്കീമിനും ഉള്ള ഏത് പർപ്പസിനുള്ള ലോണും നമ്മുടെ കയ്യിൽ വളരെ ചുരുങ്ങിയ റേറ്റിൽ, പലിശ നിരക്കിൽ എല്ലാ ബ്രാഞ്ചസിൽ നിന്നും ലഭ്യമാണ്. മാത്രമല്ല വനിതാ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച്, വനിതാ എൻ്റർപ്രണേഴ്സിനെ സംബന്ധിച്ച് വളരെ അധികം വേറെ സ്കീംസുകളുമുണ്ട്. സ്പെസിഫിക്കായിട്ട് വനിതാ സംരംഭകർക്ക് മാത്രമായിട്ടുള്ളത്. പിന്നെ ഗവൺമെൻറ്റിൻ്റെ സ്കീംസുകളായ CGTMSME സ്കീംസിലും എല്ലാ ബ്രാഞ്ചസിൽ നിന്നും ഞങ്ങൾ ലോൺ കൊടുക്കുന്നതാണ്. ഈ അടുത്ത കാലത്തായിട്ട് വളരെയധികം ഡിസ്കസ് ചെയ്യുന്ന ഒരു ടോപ്പിക്കാണ് ബാങ്ക് മെർജേഴ്സ്. അതിനെപ്പറ്റി അധികമായിട്ടൊന്നും ഞാൻ സംസാരിക്കുന്നില്ല. എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്ലോബലി ടോപ്പ് 20 ബാങ്ക്സിൽ 2 ബാങ്കെങ്കിലും ഇന്ത്യയിൽ നിന്നും ഉണ്ടാവണം എന്നുള്ളത് ഒരു വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണ്. അത് നമ്മുടെ രാജ്യത്തിൻ്റെ ഡെവലപ്മെൻറ്റിനും 2047 ഒരു ഡെവലപ്ഡ് നേഷൻ ആവുന്നതിന് ഇത് തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യും. ഒരു ഗ്ലോബൽ സ്റ്റാൻഡേർഡ്സ് ഉള്ള, ഗ്ലോബലി ടോപ്പായിട്ടുള്ള ഒരു ബാങ്ക് നമുക്കുണ്ടെങ്കിൽ നമ്മുടെ എല്ലാ ആവശ്യങ്ങൾക്കും, നമ്മുടെ ഇൻഡസ്ട്രിയലിസ്റ്റിനും മറ്റു ആൾക്കാർക്കും ഇപ്പോൾ പല കാര്യങ്ങൾക്കും നമ്മൾ ഗ്ലോബൽ ബാങ്ക്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അവരെല്ലാവരും ഹെഡ് ക്വാർട്ടേഴ്സ് അവരുടെ എല്ലാം മറ്റ് രാജ്യങ്ങളിലാണ്. പക്ഷെ നമ്മുടെ തന്നെ ഒരു ബാങ്ക്, നാഷണലൈസ്ഡ് ബാങ്ക് ആ ലെവലിലേക്ക് വരികയാണെങ്കിൽ, പബ്ലിക് സെക്ടർ ബാങ്ക് ആ ലെവലിലേക്ക് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അത് വളരെയധികം രാജ്യത്തിൻ്റെ ഡെവലപ്മെൻറ്റിന് പ്രയോജനപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു.